ഇന്നലെ നടന്ന ഓസ്ട്രേലിയ വേഴ്സസ് അർജന്റീന മത്സരത്തിൽ എതിരില്ലാതെ 2 ഗോളുകൾക്ക് വിജയിച്ച് കയറാൻ അർജന്റീനയ്ക്ക് സാധിച്ചു. അപ്പോൾ ഇന്നലത്തെ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ 7ാം മിനിറ്റിൽ ലൗട്രോ മാർട്ടിനസിനെ ഫോൾ ചെയ്യുന്നതിനാണ് പെനാൽറ്റി ലഭിക്കുന്നത്. അപ്പോൾ ആ പെനാൽറ്റി നിർഭാഗ്യവശാൽ മെസ്സിയുടെ ഭാഗത്തുനിന്ന് മിസ്സാവാണ്ടായിരുന്നത്. ആ പെനാൽറ്റി മിസ്സിന് ശേഷം അത്യാവശ്യം ഡിഫെൻസീവായിട്ടുള്ള ഒരു കളിയിലേക്ക് പോകുന്ന സിറ്റുവേഷനിലാണ് അർജന്റീനയുടെ കളി ഉണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു റിതം നഷ്ടപ്പെട്ട പോലെയാണ് പിന്നീട് കളിക്കുന്നുണ്ടായത്. പക്ഷേ ഹാഫ് ടൈമിന് മുന്നേ തന്നെ വിമർശകർക്കുള്ള ഒരു മറുപടി ആയിക്കൊണ്ട് മെസ്സി ഒരു ഗോള്, മെഡിനന്റെ അസിസ്റ്റിൽ നിന്ന് കിട്ടില്ല ഒരു ഗോള് മെസ്സി അടിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ അർജന്റീന സ്കോർ ബോർഡിൽ മെസ്സിയുടെ പേര് വന്നതിന് ശേഷം മെസ്സി ഓൾ ടൈം ടോപ്പ് സ്കോർ ആയിരിക്കണം വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ. ജർമ്മനിയുടെ ക്ലോസ് ആയി മറികടന്ന് മെസ്സിയാണ് ഇപ്പോൾ വേൾഡ് കപ്പ് ടോപ്പ് സ്കോറിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം പിന്നീട് കളി അവസാനിച്ച് സെക്കൻഡ് ഹാഫിൽ മെസ്സി ഒരു ഗോൾ കൂടി കണ്ടെത്താനുണ്ടായിരുന്നു. അങ്ങനെ ഇതില്ലാത്ത 2 ഗോളുകൾക്ക് മെസ്സി പട ജയിച്ച് കയറാനുണ്ടായിരുന്നു. അപ്പം അർജന്റീനയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ കളിയിൽ റൊമേറോ ചെറിയ ഇഞ്ചറി പറ്റിയിട്ടാണ് കളിയിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം സാരമല്ലാത്തൊരു ഇഞ്ചറി എന്നാണ് നിലവിൽ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ മാക്കലിസ്റ്ററൊക്കെ നല്ലൊരു പെർഫോമൻസ് ആണ് ഇന്നലത്തെ കളിയിലേക്ക് വരുമ്പോൾ കാഴ്ചവെച്ചത്. പിന്നെ നോക്കുകയാണെങ്കിൽ പുതുതായിട്ട് ടീമിലേക്ക് വന്ന മെഡീനന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അറ്റാക്കിലും ഡിഫൻസിലും ഒരുപോലെ നിറഞ്ഞു കളിച്ചൊരു മത്സരമാണ് മെഡീനന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അർജന്റീന അങ്ങനെ 2 കളിയിൽ 2 ജയിച്ച് 6 പോയിന്റോടൊപ്പം ടേബിളിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ് അർജന്റീന നിൽക്കുന്നത്. അപ്പം മെസ്സിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പിൽ മെസ്സി 38ാമത്തെ വയസ്സിൽ 2 വയസ്സും കൂടി 39 വയസ്സാവണം. എന്നിട്ടും കിടിലൻ പെർഫോമൻസ് ആണ് മെസ്സിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അർജന്റീനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡ്രോബാക്ക് എന്താ നോക്കുകയാണെങ്കിൽ മെസ്സി മാത്രമാണ് അർജന്റീനയ്ക്ക് ഒരു ഗോൾ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആൽവാരസും മാർട്ടിനസൊക്കെ ഒരു ഗോൾ കണ്ടെത്തേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വരും കളികളിലൊക്കെ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്.